വെൽക്കം ബാക്ക് ടു PSC പീഡിക. വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, വെബ്കോ LD, VFA തുടങ്ങിയ PSC പരീക്ഷകൾക്കുള്ള കറണ്ട് അഫയേഴ്സ് സീരീസിൽ സെപ്റ്റംബർ മാസത്തെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഈവന്റ് കേരള ക്രിക്കറ്റ് ലീഗ് 2025 നമുക്കറിയാം 2024 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് നടന്നത്. ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആയിരുന്നു അന്ന് ജേതാക്കളായത്. ഇപ്പോൾ 2025 നടന്നത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാമത്തെ എഡിഷനാണ്. ഇതിന്റെ ലേലത്തെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഏറ്റവും കൂടിയ ലേലത്തുക ലഭിച്ചിരുന്നത് സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജു സാംസൺ എന്ന് പറയുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ താരമായിരുന്നു. ഇനി 2025 ഭാഗ്യചിഹ്നം നമ്മൾ പറഞ്ഞതാണ് ബാറ്റേന്തിയ കുട്ടിക്കൊമ്പൻ, മലമുഴക്കി വേഴാമ്പൽ, ആക്കിയാറുമായിരുന്നു. ബ്രാൻഡ് അംബാസഡർ മോഹൻലാലുമായിരുന്നു. ഇനി കേരള ക്രിക്കറ്റ് ലീഗ് 2025 ജേതാക്കളായത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ഇപ്പോൾ രണ്ടാമത് നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് 2025 ജേതാക്കളായത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ഇവർ പരാജയപ്പെടുത്തിയത് ഏരീസ് കൊല്ലം സെയിലേഴ്സിനെയാണ്. ഇതില് ഫൈനലിലെ താരം വിനൂപ് മനോഹരനാണ്. കേരള ക്രിക്കറ്റ് ലീഗ് 2025 ഫൈനലിലെ താരം വിനൂപ് മനോഹരനാണ്. ഇനി ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് അഖിൽസ് കറിയയാണ്. ഇനി കൂടുതൽ വിക്കറ്റ് നേടിയതും അഖിൽസ് കറിയാണെന്ന് ഓർത്തു വെക്കുക. അഖിൽസ് കറിയയ്ക്ക് ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ രണ്ട് സീസണിലായിട്ട്, അതായത് ആദ്യത്തെ സീസണിൽ 25 വിക്കറ്റ്, രണ്ടാമത്തെ സീസണിൽ 25 വിക്കറ്റ് ആയിട്ട് ടോട്ടൽ 50 വിക്കറ്റ് നേടിയിരിക്കുകയാണ് അഖിൽസ് കറിയ. അങ്ങനെ കേരള ക്രിക്കറ്റ് ലീഗിൽ 50 വിക്കറ്റ് പൂർത്തീകരിച്ച ആദ്യ താരം എന്ന് പറയുന്നത് അഖിൽസ് കറിയയാണ്. ഇനി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് കൃഷ്ണപ്രസാദ് ആണ്. അപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗ് 2025 ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ജേതാക്കൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ഫൈനലിലെ താരം വിനൂപ് മനോഹരൻ, ടൂർണമെന്റിലെ താരം അഖിൽസ് കറിയ, കൂടുതൽ റൺസ് നേടിയത് കൃഷ്ണപ്രസാദ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും അഖിൽസ് കറിയ തന്നെയാണ്. അടുത്തത് ഒരു വള്ളംകളിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അയ്യങ്കാളി ജലോത്സവം. അതിൽ പ്രധാനപ്പെട്ട 3 ജേതാക്കളെ പഠിക്കേണ്ടതുണ്ട്. അയ്യങ്കാളി ജലോത്സവത്തിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒന്നാന്തരം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല ബ്രദേഴ്സ് ആണ്. ഒന്നാന്തരം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല ബ്രദേഴ്സ്. ഇനി രണ്ടാന്തരം വള്ളങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് ബ്ലൂബേർഡ്സ് കാക്കാമൂലയാണ്. രണ്ടാന്തരം വള്ളങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് ബ്ലൂബേർഡ്സ് കാക്കാമൂല. അടുത്തത് മൂന്നാന്തരം വള്ളങ്ങളുടെ വിഭാഗമാണ്. മൂന്നാന്തരം വള്ളങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല പടക്കുതിരയാണ്. അയ്യങ്കാളി ജലോത്സവത്തിൽ മൂന്നാന്തരം വള്ളങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല പടക്കുതിരയാണ്. 3 കാറ്റഗറിയാണ് ഇതിലുള്ളത്. 1 ഒന്നാന്തരം വള്ളങ്ങൾ, 2 രണ്ടാന്തരം വള്ളങ്ങൾ, 3 മൂന്നാന്തരം വള്ളങ്ങളുടെ മത്സരം. അപ്പോൾ ഈ 3 തരം വള്ളങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ നോക്കുന്നത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി 2025 ആണ്. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി നേടിയത് ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യ 4ാം തവണയാണ് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി നേടുന്നത്. അത് നേടിയ വർഷങ്ങൾ 2003, 2007, 2017, ഇപ്പോൾ 2025 ജേതാക്കളായിരിക്കുകയാണ്. ഇതിൻ്റെ വേദി ബീഹാർ ആയിരുന്നു. ബീഹാറിലെ രാജ്ഗീർ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു നടന്നത്. ഇനി ഇതിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ചാന്ദ് എന്ന് പറയുന്ന കടുവയായിരുന്നു. ഇനി റണ്ണറപ്പായത് ദക്ഷിണ കൊറിയയാണ്. അപ്പോൾ ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യ 4ാം തവണയാണ് ഈ കിരീടം നേടുന്നത്. റണ്ണറപ്പായത് ദക്ഷിണ കൊറിയ. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ 2025 സെപ്റ്റംബറിൽ 200ാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ദാദാഭായ് നവറോജിയാണ്. നമുക്കറിയാം സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും കോൺഗ്രസിന് ആ പേര് നൽകിയതും അതുപോലെ തന്നെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തി, ഇങ്ങനെയൊക്കെ പ്രസിദ്ധമായ പേരുകൾ അറിയപ്പെടുന്നതാണ് ദാദാഭായ് നവറോജി. അപ്പോൾ അദ്ദേഹത്തിന് 200ാം ജന്മവാർഷികം 2025 സെപ്റ്റംബറിൽ ആചരിക്കപ്പെട്ടു. ഇനി അടുത്തത് ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ഏതെന്നുള്ളതാണ്. ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈനയാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച ആദ്യ രാജ്യം ചൈനയും ഹൃദയം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം അമേരിക്കയുമാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈന, പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം അമേരിക്കയുമാണ്. അടുത്തത് പരിശോധനാ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ നോക്കുന്നത്. മനുഷ്യരിലും മൃഗങ്ങളിലും നിപ്പ വൈറസ് ബാധ കണ്ടെത്താൻ സഹായിക്കുന്ന സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനം വികസിപ്പിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നയ്ക്കലാണ്. സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനമാണ്. എന്തിനു വേണ്ടിയാണെന്ന് ഓർക്കുക. മനുഷ്യരിലും മൃഗങ്ങളിലും നിപ്പ വൈറസ് ബാധ കണ്ടെത്താൻ സഹായിക്കുന്ന സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനം വികസിപ്പിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തോന്നയ്ക്കലാണ്.
അടുത്തത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് PSC ഇപ്പോൾ ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചത് ലഫ്റ്റനന്റ് ജനറൽ KJS ഡില്ലൻ ആണ്. അടുത്തതൊരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മണിപ്പൂരാണ്. 2023 റിപ്പോർട്ട് 2025 പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മണിപ്പൂരാണ്. അടുത്ത നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3 ഇതിൽ നമ്മൾ കേരളത്തെ പറ്റി നോക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളം 1 കാരണം കേരളത്തിൻ്റെ നിരക്കെന്ന് പറയുന്നത് 5. ഇനി ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും ജനന നിരക്ക് കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ മരണനിരക്ക് കൂടിയ സംസ്ഥാനം ഛത്തീസ്ഗഡുമാണ്. നെക്സ്റ്റ്, അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകമാണ്. അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകത്തെയാണ്. തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കുന്ന 3ാമത്തെ സ്പോട്ടാണ് ഏലത്തൂർ തടാകം. ആദ്യത്തേത് PSC ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സ്പോട്ട് അരിട്ടപ്പെട്ടിയാണ്. 2022 അരിട്ടപ്പെട്ടി എന്ന സ്പോട്ടാണ് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി തമിഴ്നാട് സർക്കാർ ആദ്യം പ്രഖ്യാപിച്ചത്. രണ്ടാമത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചത് 2025 കാസമ്പട്ടി എന്ന സ്പോട്ടാണ്. ഇപ്പം 3ാമത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പോട്ട് ഏലത്തൂർ തടാകമാണ്. അപ്പോൾ 1 അരിട്ടപ്പെട്ടി, 2 കാസമ്പട്ടി, 3ാമത് ഏലത്തൂർ തടാകം ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ നോക്കുന്നത് 2025 സെപ്റ്റംബറിൽ ദൃശ്യമായ ചന്ദ്രഗ്രഹണം ഏതായിരുന്നു എന്നുള്ളതാണ്. 2025 സെപ്റ്റംബറിൽ ദൃശ്യമായ ചന്ദ്രഗ്രഹണമാണ് രക്തചന്ദ്രഗ്രഹണം. അപ്പോൾ ബ്ലഡ് മൂൺ ആണ് 2025 സെപ്റ്റംബറിൽ ദൃശ്യമായ ചന്ദ്രഗ്രഹണം. ഏകദേശം 2025 സെപ്റ്റംബർ 7-8 ദിവസങ്ങളിലായാണ് നമുക്ക് ഈ ചന്ദ്രഗ്രഹണം കാണാൻ സാധ്യമായത്. അടുത്തത് നമ്മൾ നോക്കുന്ന ഒരു വാക്സിനുമായി ബന്ധപ്പെട്ടാണ്. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻട്രോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. അപ്പോൾ റഷ്യ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി വികസിപ്പിച്ച വാക്സിനാണ് എൻട്രോമിക്സ് വാക്സിൻ. ഈ ഒരു വാക്സിൻ്റെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. റഷ്യയാണ് ഈ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായിട്ടാണ്. എൻട്രോമിക്സ് വാക്സിൻ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്